5-6 ബൈക്കോളം ചെറുപ്പക്കാർ പെട്ടെന്ന് വന്ന് മദ്യലഹരിയിലും ഡ്രഗ്സൊക്കെ ഉപയോഗിച്ചൊരു സിറ്റുവേഷനാണ് കണ്ടിട്ട് തോന്നുന്നത്. അതിലൊരാൾക്ക് ഷർട്ട് പോലും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അവർ വലിയ ശബ്ദത്തിൽ വാടാ വാടാ വാടാന്നൊക്കെ പറഞ്ഞിട്ട് അടിക്കാൻ വരുന്നൊരു സന്ദർഭമായിരുന്നു നമ്മൾ. ഇവരൊരു ഭീകരമായിട്ടൊരു അന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചു. പട്ടാപ്പകലാണ് ഇത് നടക്കുന്നത്. അതാണ് ഏറ്റവും വലിയൊരു സങ്കടം. എൻ്റെ മേല് കയറിയിട്ട് എനിക്ക് ശ്വാസം പോലും കിട്ടാതെ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ട ആ സമയത്ത്. ഞാൻ കൈകൊണ്ടൊക്കെ അവരെ തടിച്ച് നിൽക്കുന്നൊരവസ്ഥ ഉണ്ടായി. നമസ്കാരം. അശ്രദ്ധമായി വാഹനം ഓടിച്ചത് ചോദ്യം ചെയ്തതിന് യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി. കോഴിക്കോട് പുതിയങ്ങാടി സ്വദേശിയായ അബ്ദുൽ നാസറിനെയാണ് ഇപ്രകാരം വിഷുദിനത്തിൽ ഒരു സംഘം ആളുകൾ ക്രൂരമായി ചേർന്ന് മർദ്ദിച്ചത്. ഇത് സംബന്ധിച്ച് അബ്ദുൽ നാസർ എലത്തൂർ പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് വേണ്ടത്ര രീതിയിൽ അന്വേഷണം നടത്തുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. വിഷുദിനത്തിൽ അബ്ദുൽ നാസറും അദ്ദേഹത്തിന്റെ സുഹൃത്തും ജോലി കഴിഞ്ഞ് മടങ്ങി വരവെ രണ്ടുപേർ ബൈക്കിൽ അശ്രദ്ധമായി വരികയായിരുന്നു. ഇവരുടെ വാഹനവും അബ്ദുൽ നാസറിന്റെ വാഹനവും തമ്മിൽ കൂട്ടിയിടിച്ചത് അദ്ദേഹം ചോദ്യം ചെയ്തത് ഇഷ്ടപ്പെടാതിരുന്നതോടുകൂടിയാണ് അവിടെ വെച്ച് വാക്കേറ്റം ഉണ്ടാവുകയും തുടർന്ന് ഒരു സംഘം ആളുകൾ എത്തിച്ചേർന്നുകൊണ്ട് അബ്ദുൽ നാസറെ മർദ്ദിക്കുകയും ചെയ്തു. എന്തൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കൂ. സംഭവം, ഞാനും എൻ്റെ സുഹൃത്ത് ഒരു ജ്യേഷ്ഠതുല്യനായ ഒരാളാണ്. അദ്ദേഹം ഞാനും കൂടെ കാരപ്പറമ്പ് ഭാഗത്ത് ഒരു പെയിന്റിങ് ജോലിക്ക് പോയി തിരിച്ചു മടങ്ങി വരികയാണ്. സമയം ഏകദേശം 4:30 സമയമാണ്. അന്നേരം വിഷുവിൻ്റെ അന്ന് മെനഞ്ഞാന്ന് വരുന്ന സമയത്ത് ഞങ്ങൾ നേരെ സ്ട്രൈറ്റ് റോഡിനാണ് വരുന്നത്. കുണ്ടുപറമ്പ് റോഡിൽ നിന്നും പുതിയങ്ങാടി ഭാഗത്തേക്ക് വരികയാണ്. ഇവർ നേരെ ചെറിയൊരു പോക്കറ്റ് റോഡിൽ നിന്ന് പെട്ടെന്ന് ഒന്നും നോക്കാതെ മെയിൻ റോഡിലേക്ക് കയറി വരികയുണ്ടായി. ഞങ്ങളുടെ വാഹനമായിട്ട് അവരൊന്ന് ചെറുതായിട്ട് തട്ടി. ആർക്കും പരിക്കൊന്നുമില്ല. അങ്ങനെ പറഞ്ഞ് അത് ഏകദേശം ഒരു തീരുമാനമാക്കുമായിരുന്നു. ആ സമയത്ത് അവർ അസഭ്യം പറയുകയും പിടിച്ച് തള്ളാൻ നോക്കുകയൊക്കെ ചെയ്തു. ആ ഒരു സമയത്ത് അവിടെ കൂടിയിരുന്ന ആളുകളൊക്കെ പറഞ്ഞൊരു പഞ്ചായത്ത് രീതിയിലൊക്കെ ആക്കി വരികയായിരുന്നു. അതിനിടയ്ക്ക് ഇവൻ്റെ കൂടുതൽ ഉണ്ടായ ഒരു പയ്യനെ ഫോൺ വിളിച്ചിട്ട് അവൻ്റെ സുഹൃത്തുക്കൾ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് എവിടെന്നാന്ന് അറിയില്ല ഒരു 5-6 ബൈക്കോളം ചെറുപ്പക്കാർ പെട്ടെന്ന് വന്ന് മദ്യലഹരിയിലും ഡ്രഗ്സൊക്കെ ഉപയോഗിച്ചൊരു സിറ്റുവേഷനാണ് കണ്ടിട്ട് തോന്നുന്നത്. അതിലൊരാൾക്ക് ഷർട്ട് പോലും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അവർ വലിയ ശബ്ദത്തിൽ വാടാ വാടാ വാടാന്നൊക്കെ പറഞ്ഞിട്ട് അടിക്കാൻ വരുന്നൊരു സന്ദർഭമായിരുന്നു നമ്മൾ. അപ്പം എൻ്റെ സുഹൃത്ത് ആ സമയത്ത് പെട്ടെന്ന് അവിടുന്ന് മാറി നിന്നു. ഈ മർദ്ദനം കിട്ടുമെന്ന് കണ്ടപ്പം ഞാൻ അവരിതിൽ ഇടയിൽ കുടുങ്ങിപ്പോയി. അപ്പോൾ അവർ സംഘം ചേർന്ന് വളർന്ന് ആ സമയം 4:30-5 മണിയോട് അടുത്ത് ഉള്ള സംഭവമാണ്. പെട്ടെന്ന് ആളുകൾ ക്രൗഡ് ഇങ്ങനെ കൂടുന്നുണ്ട്. ആളുകളൊക്കെ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. അവിടെ CCTV ക്യാമറ ഉണ്ട്. ഒരു ചിക്കൻ കട ഉണ്ട് തൊട്ടടുത്ത്. അവിടെ CCTV ക്യാമറ ഉണ്ടായിരുന്നു. വാഹനം വരെ ബ്ലോക്ക് ആവുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ഇവരൊരു ഭീകരമായിട്ടൊരു അന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചു. പട്ടാപ്പകലാണ് ഇത് നടക്കുന്നത്. അതാണ് ഏറ്റവും വലിയൊരു സങ്കടം. ഒരാൾ പോലും രക്ഷക്ക് പോലും വന്നില്ല. ഇവർ കൂട്ടമായിട്ട് എന്നെ അടിക്കുകയും മർദ്ദിക്കുകയും ഞാൻ എന്നെ കഴിയുന്ന രീതിയിൽ പ്രതിരോധിച്ച് നിന്ന ആ സമയത്ത് ഒരു 1-2 വലിയ കല്ല് കിട്ടിയത് കൊണ്ട് ഞാൻ ആ കല്ല് വെച്ചാണ് അവരെ നിയന്ത്രിച്ചിരുന്നത്. എറിയും പറഞ്ഞിട്ട് അതിനിടയ്ക്ക് 2-3 പേര് എൻ്റെ ദേഹത്തേക്ക് ചാടി പെട്ടെന്ന് വീഴുകയും എന്നെ ഞാൻ താഴേക്ക് എടുക്കായിരുന്നു. ആ സമയത്ത് എൻ്റെ മേല് കയറിയിട്ട് എനിക്ക് ശ്വാസം പോലും കിട്ടാതെ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ട ആ സമയത്ത്. ഞാൻ കൈകൊണ്ടൊക്കെ അവരെ തടിച്ച് നിൽക്കുന്നൊരവസ്ഥ ഉണ്ടായി. മുഖത്തും തലക്കും കണ്ണിനും അതുപോലെ തന്നെ പുറത്തൊക്കെ ഒരുപാട് മർദ്ദിച്ചു ആ സമയത്ത്. എന്നിട്ട് എവിടെ ആശുപത്രിയിൽ ആ സമയത്ത് ഞാൻ എന്തോ ഒരു രക്ഷയ്ക്ക് ആ കല്ല് കിട്ടിയ സമയത്ത് ഞാൻ അതുകൊണ്ട് നിയന്ത്രിച്ച് നിന്നിട്ട് ഞാൻ പെട്ടെന്ന് സ്പീഡിൽ ചെരുപ്പ് പോലും കാലില്ല, ചെരുപ്പൊക്കെ അന്നേരം പോയി. അവര് പൊട്ടിച്ച ബീർ കുപ്പിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ബീർ കുപ്പി കൊണ്ടൊക്കെ എന്നെ എറിഞ്ഞതും ഞാൻ ഓടുമ്പോൾ എറിഞ്ഞതും ഒക്കെ പൊട്ടിക്കിടക്കുന്നുണ്ട് അവിടെ. ബീർ കുപ്പിയായിട്ടൊരു 4 പേര് എൻ്റെ പിറകെ എന്നെ ഫോളോ ചെയ്തിട്ട് എൻ്റെ പിന്നിൽ ഓടി പോകുന്ന സമയത്ത് തുരുതുരാ എറിയുന്നുണ്ട് ബീർ കുപ്പി. അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് എറിയുന്നുണ്ട്. ഞാനൊരു മരണപ്രാളത്തിൽ ഓടുകയാണ് അന്നേരം. ആ ഓടുന്ന സമയത്താണ് ഞങ്ങൾ അതിലൂടെ പാസ് ചെയ്യുന്ന ഒരു സിറ്റി ബസ്. ആ ബസ്സിൽ പിറകിൽ ഞാൻ ഓടി. ആ ബസ്സിന്റെ പിറകിലൂടെ ഡോർ എന്തോ ഭാഗ്യത്തിന് അന്നേരം തുറന്നെടുക്കുകയാണ്. ആ ബസ്സിൽ പാഞ്ഞു കയറുകയുണ്ടായി. എന്നിട്ട് ആ ബസ്സിന്റെ പിറകിൽ പോലും ഇവർ എറിയുന്ന ഒരു അവസ്ഥയാണ് അന്നേരം ഉണ്ടായത്. ആ ബസ്സുകാരോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരന്നേരം ബസ് നിർത്തി. ഇതെന്താണ് എറിഞ്ഞത് ഇത് ചോദ്യം ചെയ്യാൻ വേണ്ടി. ഞാൻ പറഞ്ഞു, ചേട്ടാ ബസ് ഓടിച്ചപ്പോൾ അവർ അക്രമികളാണ്, എന്നെ ഫോളോ ചെയ്ത് വരുന്നതാണ്, നിങ്ങൾ നിർത്തരുത് പ്ലീസ്, ബസ് ഒന്ന് ഓടിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ബസ് എടുത്ത് മുന്നോട്ട് പോയത്. ഞാൻ അവരോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. നല്ല ചേട്ടന്മാരായിരുന്നു കണ്ടക്ടർ. അവരെന്നോട് ബസ്സിന്റെ ടിക്കറ്റ് പൈസ കൊടുത്തിട്ട് ടിക്കറ്റ് വരെ എന്നോട് വാങ്ങിയിട്ടില്ല. എൻ്റെ മൊബൈലിൻ്റെ ഡിസ്പ്ലേ പൊട്ടി ഒരുപാട്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ പെയിന്റിങ്ങിന്റെ വർക്കിന് പോയിട്ടുള്ള പെയിന്റിങ്ങിന്റെ റോളർ, ബ്രഷ്, ബക്കറ്റ്, എൻ്റെ ഡ്രസ്സ് എല്ലാം അവർ അടുത്തുള്ള ഒരു പറമ്പിലേക്ക്
വലിച്ചെറിഞ്ഞു, വണ്ടി ചവിട്ടി താഴെയിട്ട്, അങ്ങനെ ഒരുപാട് പ്രയാസം ഉണ്ടാക്കി. ഞാൻ എന്നിട്ട് എൻ്റെ നാട്ടിൽ പുതിയങ്ങാടി ഭാഗത്ത് അവർ ബസ്സുകാർ എന്നെ അവിടെ ഇറക്കി തന്നു. ഇതിന് ശേഷമാണ് എൻ്റെ സുഹൃത്തുക്കൾ വന്നിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും തിരിച്ച് അവിടെ ആ സമയത്ത് അവിടെ പോയി സന്ദർശിച്ചപ്പോൾ അവർ അവിടെ നിന്ന് പോവുകയാണ് ഉണ്ടായത്. പിന്നെ നാട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, ഞങ്ങൾ കണ്ടു, പക്ഷെ ഞങ്ങൾക്ക് നോക്കി നിൽക്കാതെ വേറൊരു അവസ്ഥയില്ല, ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളെയും അവർ ആക്രമിക്കും. അവരുടെ ഒരു മൈൻഡ് അന്നേരം അതായിരുന്നു. ഒരു 19-20 വയസ്സൊക്കെ ഉള്ള ഒരു പയ്യന്മാരാണ്. പോലീസിൽ അന്നേരം പോലീസ് അവിടെ ആളുകൾ അവിടെ കൂടിയിരുന്ന ആരാണ് പോലീസിനെ ഇത് സംഭവം കണ്ടപ്പോൾ വിളിച്ചത്. പോലീസ് സ്ഥലം വന്ന് സന്ദർശിച്ചു, എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് സംഭവം ഉണ്ടായത്. അപ്പം അവർ പറഞ്ഞു ഇതുപോലെ സമാനമായ ഒരു സംഭവം മൊകവൂര് ഭാഗത്തുണ്ട്, ഇതിനേക്കാളും കുറച്ചും കൂടെ ക്രിട്ടിക്കലാണ്, അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്, നിങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഓട്ടോ വിളിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന മുന്നേ ഈ സ്ഥലത്തേക്കാണ് എന്നെ ആയിട്ട് അവർ ഒരു ദേശഭാവത്തിൽ എന്നെയും കൊണ്ട് നമുക്ക് പോയി നോക്കാം, അവരവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ കൊണ്ടുപോയത്. അതിനുശേഷമാണ് പിന്നെ അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പോയത്. അതിനുശേഷം പിന്നെ പോലീസ് ഹോസ്പിറ്റലിന് ശേഷം പോലീസുകാർ ബന്ധപ്പെട്ടിരുന്നു? ഇല്ല, പോലീസ് ബന്ധപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. പരാതിയായിട്ട് സ്റ്റേഷനിൽ പോയിരുന്നു. പിന്നെ അവിടുന്ന് ബീച്ച് ഹോസ്പിറ്റലിലേക്കാണ് പോയത്. അവിടുന്ന് ഹെഡ് പോസ്റ്റിന്റെ 2 പോലീസുകാർ വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അവർ പറഞ്ഞു നിങ്ങൾ പരാതി കൊടുക്കുകയാണെങ്കിൽ എലത്തൂർ പോലീസ് സ്റ്റേഷനിലാണ്, അവിടെ നിന്നാണല്ലോ സംഭവം, പരാതി കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഭാര്യയുടെ പിതാവും വേറൊരു സുഹൃത്തും കൂടെ ഈ എലത്തൂർ സ്റ്റേഷനിലേക്ക് പോയിട്ട് പരാതി കൊടുത്തു. അന്ന് തന്നെയാണ് പരാതി കൊടുത്തത്. വിഷുവിന്റെ അന്ന് തന്നെ പോയിട്ട് രാത്രി ആ സമയത്ത് പരാതി കൊടുത്തു. ഒന്നും ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് രാവിലെ എന്റെ മൊഴി എടുക്കാൻ വേണ്ടി എന്നോട് 10 മണിക്ക് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞു. ഞാൻ ഇന്നലെ രാവിലെ വിഷുവിന്റെ പിറ്റേന്ന് ഞാൻ തന്നെ വേറെ ഒരാളെ കൂടെ അവിടെ പോയിട്ട് എൻ്റെ മൊഴി കൊടുത്തു. മൊഴി കൊടുത്തപ്പോൾ സി സാർ അവിടെ ഉണ്ടായിരുന്നു. സി സാറ് നല്ല രീതിയിൽ നല്ല പെരുമാറ്റമായിരുന്നു ഉണ്ടായിരുന്നു. സാറ് പറഞ്ഞു ഞങ്ങൾ 24 മണിക്കൂറിനകം പ്രതികളെ മൊത്തം പിടിക്കും, നിന്റെ കണ്ണുനീരിന് ഞങ്ങൾ അറുതി വരുത്തും, നീ പേടിക്കണ്ട, ധൈര്യമായിട്ട് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക്, ഞങ്ങൾ അവരെ പിടിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ അവരെ ഇതുവരെ കണ്ടുപരിചയമില്ല, പക്ഷെ അതിൽ 2-3 പേരെ കണ്ടാൽ തിരിച്ചറിയും. വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണത്. ഒരു യുവാവിനെ പട്ടാപ്പകൽ സംഘം ചേർന്ന ആളുകൾ മർദ്ദിക്കുക, ഒരു കൂട്ടം ആളുകൾ നോക്കി നിൽക്കുക എന്ന് പറയുന്നത് എന്ത് പറഞ്ഞാണ് നമുക്ക് നീതീകരിക്കാനാവുക എന്നുള്ളത് അറിയില്ല. ആ യുവാവ് അദ്ദേഹം ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു. കടലിൽ വലിയ ജോലി ഇല്ലാത്തത് കാരണം പെയിന്റിന്റെ പണിക്കായിട്ട്, അതായത് കൂലിപ്പണിക്കായിട്ട് ഇറങ്ങി പുറപ്പെട്ട ഒരു യുവാവാണ്. അദ്ദേഹം ഇങ്ങനെ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു വിഷുദിനത്തിൽ ഇങ്ങനെ ഒരു സംഘം ആളുകൾ ചേർന്ന് മർദ്ദിക്കുന്നു. അതിൽ ഇത്രയും ദിവസമായിട്ടും കുറ്റക്കാരെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ്. അതേസമയം പോലീസിന്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കുറ്റക്കാരെ ഉടനടി തന്നെ പിടിക്കാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് പോലീസുകാരും പങ്കുവെക്കുന്നത്. കോഴിക്കോട് നിന്ന് നിഹിൽ കാടത്ത്, മറുനാടൻ മലയാളി.